ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയാഗ്ര എന്നും കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗൂഗിളിൽ നേരെ ലൊക്കേഷൻ വിട്ട് നേരെ അതിരപ്പള്ളിക്ക് വെച്ച് പിടിക്കുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല പനകളും തെങ്ങുകളും കാടുകളും ഒക്കെ നിറഞ്ഞ ഉള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. വഴിയൊക്കെ സൂപ്പറാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പനകളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആനകളെയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ റൂട്ടിൽ കൂടുതൽ ആനകൾ ഉണ്ടാകാറുള്ളതാണ്. എന്തോ നമുക്ക് ആനകളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആനപ്പിണ്ടം മാത്രം അങ്ങനെയൊക്കെ കിടക്കുന്ന കാണാൻ ഉള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ആ നിരാശയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ചാലക്കുടി പുഴയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് വാഴച്ചാൽ വഴി നേരെ അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ചാലക്കുടി നദി എന്ന് പറയുന്നത്. 145 കിലോമീറ്ററാണ് ചാലക്കുടി നദിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചാലക്കുടി നദി കടന്നിട്ട് നേരെ അതിരപ്പള്ളിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പോണ വഴിക്ക് തന്നെ നമുക്ക് അവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫോറസ്റ്റിലൊക്കെ കാണുന്ന രീതിക്കുള്ള ചെറിയ പൊക്കുവൻ താക്കണ ഗേറ്റ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഈ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ തന്നെയാണ് നമുക്കുള്ളത്. ഫസ്റ്റ് എൻട്രി ഇവിടെയാണ്, പക്ഷേ ഇവിടെ ഓൺലൈനിലുള്ള ടിക്കറ്റ് എടുക്കാനുള്ള സെറ്റപ്പേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ നമുക്ക് സെക്കൻഡ് എൻട്രിയിൽ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് നേരെ ഒരു 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതിരപ്പള്ളിയിലെ വാട്ടർഫാൾസ് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് കാടെല്ലാം വെട്ടിത്തെളിച്ച് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനോഹരം. നേരത്തെ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്തായാലും വേറൊരു ലെവൽ തന്നെയാണെന്ന് പറയാം. അത്രയും കാടുകൾ വെട്ടിത്തെറിച്ച് റോഡിലൂടെ പോണവർക്ക് വരെ അതിരപ്പള്ളിയുടെ ഭംഗി ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റോഡിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പുകൾ തേടി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു ഹൈറ്റിൽ ബൈക്ക് പാർക്ക് ചെയ്യാനും കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ആരെയും കണ്ടില്ല. പൈസയൊന്നും കൊടുക്കണോ വേണ്ടതെന്നൊന്നും അറിയില്ല. ഇല്ലായിരുന്നു വിചാരിക്കുന്നു. എന്തായാലും ഞാൻ നേരെ എൻ്റെ ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നടന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ മുളകളൊക്കെ കൊണ്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് കാണാൻ സാധിക്കും. അവിടെയാണ് രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ, ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എൻട്രിക്കുള്ള പാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ആ ടിക്കറ്റും കാണിച്ച് നേരെ അകത്തേക്ക് കയറി. ഇവിടുത്തെ കൈവരികളും ഒക്കെ മുള കൊണ്ടുള്ളതാണ്. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പൊതുവെ ഫോറസ്റ്റിലെല്ലാം ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ ആണ്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ മരങ്ങളും ഇതൊക്കെ ചുറ്റും കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കുക. പിന്നെ അവിടെ നമുക്ക് സെപ്പറേറ്റ് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതിരപ്പള്ളി ചാലക്കുടി നദി ഒഴുകി ഇങ്ങനെ സൈലൻ്റായിട്ട് പോകണത് തന്നെ കാണാം. അത് ചെന്ന് പതിക്കുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. ഇതാണ് അതിരപ്പള്ളിയുടെ ഇച്ചിരി ലോങ്ങിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിനടുത്തായിട്ടാണ് അതിരപ്പള്ളി. ബാഹുബലി തുടങ്ങിയ സിനിമകളുടെ എല്ലാം പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു അതിരപ്പള്ളി എന്ന് പറയുന്നത്. ഏകദേശം 100-ൽ പരം സിനിമകൾ ഇവിടെ ഇംഗ്ലീഷ് സിനിമയിലടക്കം നമ്മുടെ അതിരപ്പള്ളി സ്ഥാനം നേടിയിട്ടുണ്ട്. ഇതാണ് മനോഹരമായിട്ട് ഒഴുകുന്ന അതിരപ്പള്ളി എന്ന് പറയുന്നത്. ഏകദേശം 81.5 അടി ഉയരത്തിലാണ് അതിരപ്പള്ളി ഒഴുകുന്നത്. 51.5 അടി എന്ന് പറയുമ്പം 25 മീറ്ററോളം ഹൈറ്റിലാണ് അതിരപ്പള്ളി ഒഴുകുന്നത് എന്ന് പറയാം. പതിക്കുന്നത്, അതായത് മേളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് ടോപ്പിൽ നിന്നടുത്തുള്ള വ്യൂ ആണ്. ടോപ്പിൽ നിന്ന് മേളിലത്തെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ചെന്ന് പതിക്കുന്ന ഭാഗത്ത് നമുക്ക് പോകാവുന്നതാണ്. അതിന് വേറൊരു ഇടവഴിയുണ്ട്. ഈ ഇടവഴി കൂടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്നുള്ള വ്യൂസ് കാണാം. ഇവിടെയാണ് ബാഹുബലിയുടെ ഷൂട്ടിംഗ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്ര മനോഹാരിതയാണ്. ഈ പതിക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇണങ്ങി, അന്തരീക്ഷമായിട്ട് ഇണങ്ങി അവിടെ ഇവിടെ എല്ലാം പാറി പറന്നിങ്ങനെ നടക്കും. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു വിസ്മയമാണ് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വിസ്മയം കണ്ടുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ ഇനി അടുത്ത യാത്രയും അടുത്ത വിസ്മയമായിട്ട് നമുക്ക് കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വാർത്തി സന്ധിക്കും വരെ വണക്കം.